നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. യൂണിറ്റ് 5 കടക്കുകയാണ്. റൂറൽ വൈബ്സ് എന്നുള്ളതാണ് യൂണിറ്റ് 5ൻ്റെ പേര്. പേജ് നമ്പർ 123 മുതലാണ് നമ്മൾ യൂണിറ്റ് 5 സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമേ എന്ത് തന്നിട്ടുണ്ട് മക്കളെ? നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ട്. നോക്കൂ, പഴമയിലേക്ക് പോയി അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ ഈ കാഴ്ചകൾ? ഗ്രാമത്തിൽ താമസിക്കുന്ന കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനൊരു കാഴ്ച അന്യം നിന്ന് പോയിട്ടുണ്ട്. ഭയങ്കര മനോഹരമായൊരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനൊരു പിക്ചറുണ്ട്. അത് കഴിഞ്ഞ് നോക്കൂ, ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. അങ്ങനെ 2 പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അത് മുതലാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നോക്കാം. പേജ് നമ്പർ 123. എന്താണ് പിക്ചറിനകത്ത്? കണ്ടല്ലോ, കൃഷി. എന്താണ്? നമ്മുടെ വയലിലെ നെൽകൃഷിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ആദ്യം നില ഉഴുവുന്നത്. അതുപോലെ തന്നെ നോക്കൂ, കറ്റയെന്ന് പറഞ്ഞാൽ എന്താണ്? നെല്ല് നമ്മൾ കൃഷി ചെയ്തെന്താ കണ്ടിട്ടില്ലേ നിങ്ങൾ? കുഞ്ഞു ഇതൊന്നും കൊണ്ട് നടുന്നു. അതിനുശേഷം എന്താവും? അത് വിളഞ്ഞൊക്കെ വരുമ്പോൾ അത് മുറിച്ച് കൊണ്ടുപോയി ഇതുപോലെ കെട്ടുകളാക്കി കൊണ്ടുപോയി പിന്നെന്ത് ചെയ്യും? അതിങ്ങനെ അടിച്ചടിച്ച് കൊയ്തിടും. നെല്ല് കൊയ്തിട്ട് ഇങ്ങനെ അടിച്ചിട്ടതിന് ശേഷം പിന്നെ അത് മെതിച്ച് പാറ്റിപ്പറക്കി വൃത്തിയാക്കി. എന്ത് രസമായിരുന്നു എന്നറിയാമോ ആ ഒരു കാഴ്ചകൾ? അതിനൊക്കെ കൊണ്ടുവരാനായിട്ട് മുറ്റമൊരുക്കൊക്കെ ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഇനി എത്ര കാലം നമ്മുടെ നാട്ടിലത് കാണും എന്നറിയുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറേ പേരൊക്കെ കൃഷിയിലോട്ടുമൊക്കെ വരുന്നുണ്ടല്ലേ? അപ്പോൾ അതുകൂടിയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാനും. എൻ്റെ മക്കളെ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മളുടെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ്. അതൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇനിതാ നോക്കൂ, അടുത്ത പിക്ചർ നോക്കൂ മക്കളെ. കണ്ടോ, വരണ്ടുണങ്ങി കിടക്കുന്നത് കണ്ടോ? പിന്നെന്താണ് ആദ്യം തന്നിരിക്കുന്നത്? എന്താണ്? ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. കണ്ടോ, ആ കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ ആദ്യത്തെ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷി അല്ലേ? എന്ത് സംസ്കാരവും തുടങ്ങുന്നത് എവിടെ നിന്നാകണം? കൃഷിയിൽ നിന്നാകണം. നമ്മൾ പഠിച്ചു തുടങ്ങിയതല്ലേ ഇപ്പോൾ സോഷ്യലിൽ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ സംസ്കാരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? നമ്മുടെ നദീതീരങ്ങളിൽ നിന്ന്. എന്തുകൊണ്ടാണ് അവിടെ താമസിക്കാൻ തുടങ്ങിയത്? ഒരുവിധപ്പെട്ട എല്ലാ സംസ്കാരവും നദീതീരത്ത് നിന്ന് തുടങ്ങി. എന്താ കാര്യം? യെസ്, നദീതീരത്ത് ആണ് കൃഷി പറ്റിയ സ്ഥലം. അപ്പോൾ കൃഷിയോട് ചേർന്ന് താമസിക്കണം. അതുകൊണ്ടാണ് എന്ത് ആരംഭിച്ചത്? നദീതീരത്ത് താമസം ആരംഭിച്ചത്. അപ്പോൾ ആദ്യത്തെ സംസ്കാരം ആരംഭിച്ചതും എവിടെ തന്നെയാണ്? നദീതടങ്ങളിലാണ്. അത് അഗ്രികൾച്ചറിലൂടെയാണ് അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ആദ്യം സംസ്കാരം പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? കൃഷി പഠിക്കണം. നമ്മുടെ സംസ്കാരം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇനി വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? കണ്ടോ, ഈ പിക്ചറിൽ എന്താ കാണുന്നത്? നല്ല കാര്യമാണോ ഈ പിക്ചറിൽ? അല്ല. വരണ്ടുണങ്ങിയതും നല്ല പച്ചപ്പോലും ഉണ്ടോ മക്കളെ? ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? കണ്ടോ, ആ വീടിന് ചുറ്റുമായിട്ട് ബാരനായിട്ടുള്ള, എന്താണ്, തരിശായിട്ടുള്ള അല്ലെ ഉണങ്ങി വറ്റി വരണ്ട ഒരു ലാൻഡാണുള്ളത് അല്ലേ? മണ്ണാണുള്ളത്. ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ ഹൗസിനോട് ചേർന്നിട്ട് ഇതുപോലത്തുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ? ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? അങ്ങനെയുള്ള സ്ഥലങ്ങളെ, നമുക്ക് ഈ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റും? എങ്ങനെ പറ്റും? കൃഷി ചെയ്താൽ പറ്റും അല്ലേ? കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ് അല്ലേ? തുടക്കം. എന്ത് ചെയ്യുക? ആ ലാൻഡിൽ കൃഷി ആരംഭിക്കുക. വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കൃഷി ചെയ്യുന്ന എന്താണ് വിളകൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട്? ചിലയിടത്ത് നെല്ലുണ്ട്, ചിലയിടത്ത് മരച്ചീനിയാണ്, ചിലയിടത്ത് എന്തായിരിക്കും? തെങ്ങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ? പിന്നെ എന്തൊക്കെ ഉണ്ടാവും? നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട്? പറയൂ. പയർ കൃഷി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചീര കൃഷി ചെയ്യുന്നുണ്ടോ? എന്തുണ്ടെങ്കിലും നിങ്ങൾക്കത് പറയാട്ടോ. ഇനി നൗ ലെറ്റ് us read the story of a girl, പാറു, who loved the paddy field. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാറുവിൻ്റെ കഥയാണ്. പാറുവിന് എന്തിഷ്ടമാണ്? നെൽവയലുകൾ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടി. സീഡ് ആൻഡ് സോയിൽ. സീഡ് എന്താണ്? വിത്ത്. സോയിൽ എന്താ മക്കളെ? മണ്ണ്. ഹർ നെയിം വാസ് പാർവതി. അവളുടെ പേരെന്തായിരുന്നു? പാർവതി. ഹർ ഫോക്സ് ആൻഡ് നെയ്ബേഴ്സ് കോൾഡ് ഹർ പാറു. അവളുടെ ഫ്രണ്ട്സും അതുപോലെ നെയ്ബേഴ്സും ഒക്കെ അവളെ എന്താ വിളിക്കുന്നത്? പാറു എന്നാണ്. ദേർ വെയർ പാഡി ഫീൽഡ്സ് ഓൾ അറൗണ്ട് ഹർ ഹൗസ്. അവളുടെ വീടിന് ചുറ്റും എന്തുണ്ടായിരുന്നു? പാഡി ഫീൽഡ്, എന്താണ്? നെൽവയലുകൾ ഉണ്ടായിരുന്നു.
ഷീ ലവ് ദ ഫീൽഡ്സ്, ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്. അവൾക്ക് എന്തൊക്കെ ഇഷ്ടമാണ്? ട്രീസ്, മരങ്ങൾ ഇഷ്ടമാണ്, ഫീൽഡ് ഇഷ്ടമാണ്, പ്ലാന്റ്സും ഇഷ്ടമാണ്. ഷീ ഓൾവേസ് കെയർഡ് ഫോർ ഓൾ ദ ലിവിങ് തിങ്സ് അറൗണ്ട് ഹർ. അവൾ ഭയങ്കരമായി കെയർ ചെയ്തിരുന്നു, ഓൾവേസ്, എല്ലായ്പ്പോഴും. എന്ത്? അവൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും അവൾ വളരെയധികം കെയർ ചെയ്തിരുന്നു. പാറൂസ് മദർ ഹാഡ് ഡൈഡ് ഓഫ് എ റെയർ ഡിസീസ് ഇയേഴ്സ് എഗോ. റെയർ ആയിട്ടുള്ള, എല്ലാവർക്കും വരുന്നതാണോ? അല്ല, വളരെ വിരളമായിട്ടുള്ള, ചിലർക്ക് മാത്രം വരുന്ന അപൂർവമായിട്ടുള്ള ഡിസീസ്, രോഗം. ആ രോഗം വന്ന് ആര് മരിച്ചു? പാറുവിൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു. പാറു റിയലി മിസ്ഡ് ഹെർ മദർ വെരി മച്ച്. അല്ലേ, പാറു ശരിക്കും അമ്മയെ മിസ് ചെയ്യില്ലേ? മിസ് ചെയ്തു. ഷീ ഓഫൻ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹർ മദർ. പലപ്പോഴും ഓർക്കാറുണ്ട്? അമ്മയുടെ വാക്കുകൾ ഓർക്കാറുണ്ട്. എന്ത് വാക്കുകൾ? നേച്ചർ ഈസ് അവർ മദർ. നമ്മളുടെ മദർ, അമ്മ എന്ന് പറഞ്ഞത് ആരാണ്? പ്രകൃതിയാണ്. പാറൂസ് ഫാദർ വുഡ് ഓഫൻ കൺസോൾ ഹെർ. അപ്പോൾ പാറുവിൻ്റെ അച്ഛൻ മകളെ എന്ത് ചെയ്യും? കൺസോൾ ചെയ്യും, സമാധാനിപ്പിക്കും. എന്ത് പറഞ്ഞിട്ടാണ്? നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. വിഷമിക്കണ്ട, നീ ചിന്തിക്കരുത്, അമ്മ പോയി എന്ന് നീ വിഷമിക്കരുത്. ഷീ ഈസ് വിത്ത് അസ്. അവൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. പാറൂസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവ്രിതിങ് ഷീ കുഡ് ടു മേക്ക് ഹർ ചിയർഫുൾ. പാറുവിൻ്റെ ഗ്രാൻഡ് മദറും ആ കുട്ടിയെ ചിയർഫുള്ളാക്കാൻ, ആക്റ്റീവാക്കാൻ, സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അവൾക്ക് വേണ്ടി ചെയ്യും. ഷീ ഫോളോഡ് ഹെർ ലൈക്ക് എ ഷാഡോ. ഒരു നിഴൽ പോലെ ആ മുത്തശ്ശി അവളുടെ കൂടെ ഉണ്ട്, പിറകെയുണ്ട്. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച്. പാറുവിന് ഗ്രാൻഡ് മദറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷീ കോൾഡ് ഹെർ എച്ചു അമ്മ. എന്താ വിളിച്ചിരുന്നത്? എച്ചു അമ്മ എന്നാണ് ഗ്രാൻഡ് മദറിനെ പാറു വിളിച്ചിരുന്നത്. അപ്പോൾ ചോദ്യം എന്താ നോക്കൂ. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? എന്താ പറയുന്നേ? അമ്മ പോയി എന്ന് വിചാരിക്കണ്ട, അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്ന് അച്ഛൻ പറയുന്നു അല്ലേ? എന്താ കാര്യം? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പാറുവിൻ്റെ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നേച്ചർ ഈസ് അവർ മദർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നേച്ചർ നമ്മുടെ മദറാണ് എന്നുണ്ടെങ്കിൽ അമ്മ എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഇല്ലേ? ഉണ്ട് അല്ലേ? പിന്നെ അച്ഛൻ എന്തും പറയുന്നുണ്ടായിരുന്നു? ഹി വോണ്ടഡ് ഹർ ടു ഫീൽ ദാറ്റ് ഹെർ മദേഴ്സ് മെമ്മറി ആൻഡ് സ്പിരിറ്റ് വെർ സ്റ്റിൽ വിത്ത് ദം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എപ്പോഴും അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് ഇഷ്ടം? അമ്മയുടെ ഓർമ്മകൾ, അതുപോലെ അമ്മ നൽകിയിരുന്ന ആ ഒരു എനർജി, അമ്മയുടെ ഒരു സ്പിരിറ്റ്, അതൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് അച്ഛൻ ഇഷ്ടം. ഈവൻ ദോ ഷീ ഹാഡ് പാസ്ഡ് അവേ. അമ്മ മരിച്ചു പോയെങ്കിലും അങ്ങനെ പറയാനാണ് അച്ഛന് ഇഷ്ടം. അടുത്തത് എന്താണ് നോക്കൂ, പേജ് നമ്പർ 126. വൺ ബ്രൈറ്റ് ഡേ പാറൂസ് ഫാദർ വെൻറ്റ് ഓൺ എ ജേർണി ഫാർ അവേ. ഒരു നല്ല ദിവസം, എന്താണ്, നല്ല തെളിച്ചമുള്ള ദിവസം, പാറുവിൻ്റെ അച്ഛൻ ഒരു യാത്ര പോവുകയാണ് ദൂരെ. ടുഡേ ഐ ഷുഡ് ഗോ വിത്ത് ഗ്രാൻഡ് മാ ടു ദ ഫീൽഡ്സ്, പാറു സെഡ് ടു ഹെർസെൽഫ്. പാറു സ്വന്തമായിട്ട് എന്ത് പറയുന്നു? ഇന്ന് എനിക്ക് എന്ത് വേണം? ഗ്രാൻഡ്മയുടെ കൂടെ എനിക്ക് വയലിലേക്ക് പോകണം എന്നിങ്ങനെ തന്നെ പറയുക. ഷീ അപ്രോച്ച് ഹർ ഗ്രാൻഡ്മ. അവൾ ആരടുത്തേക്ക് അപ്രോച്ച് ചെയ്തു? സമീപിച്ചു. ആരെ സമീപിച്ചു? അമ്മമ്മയെ സമീപിച്ചു. എച്ചു അമ്മ വാസ് സിറ്റിംഗ് ഓൺ ദ വെരാന്ത. എച്ചു അമ്മ എവിടെ ഇരുന്നു? വെരാന്തയിൽ. വെരാന്ത എന്ന് പറഞ്ഞ സ്ഥലം അറിയാമല്ലോ, നമ്മളെ തിണ്ണ പോലെ ഉള്ള സ്ഥലം അല്ലേ? വൈ ഡോണ്ട് വി ഗോ ടു ദ ഫീൽഡ്സ് ടുഡേ? പാറു ആസ്റ്റ്. പാറു എന്ത് ചോദിച്ചു? എച്ചുവമ്മ, നമുക്ക് എന്തുകൊണ്ട് ഇന്ന് നമുക്ക് വയലിൽ പൊയ്ക്കൂടാ എന്ന് ചോദിച്ചു. ഷോ ലെറ്റ്സ് ഗോ. തീർച്ചയായും നമുക്ക് പോകാം. എച്ചുവമ്മ റിപ്ലൈഡ്. എച്ചുവമ്മ മറുപടി പറഞ്ഞു. വിത്തൗട്ട് എനി വേർഡ് ദേ സ്റ്റാർട്ടഡ് ടുവേർഡ്സ് ദ ഫീൽഡ്. വേറെ ഒന്നും പറയാനില്ല, പൊക്കോടെ, പോകാം. അപ്പോഴേ അവർ എങ്ങോട്ടേക്ക് പോയി? ഫീൽഡിലേക്ക്, വയലിലേക്ക് പോയി. They stood at the edge of the field and looked out at the vast stretch of paddy field. അവർ വന്നിട്ട് എവിടേക്ക് നിന്നു? എഡ്ജ് ഓഫ് ദ ഫീൽഡ്. ഫീൽഡിൻ്റെ അറ്റത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മുമ്പോട്ട് നോക്കിയപ്പോൾ നോക്കൂ, നല്ല വിശാലമായ, വാസ്റ്റായി വിശാലമായ പാഡി ഫീൽഡ് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നു. ഇങ്ങനെ നിവർന്നിങ്ങനെ അങ്ങ് കിടക്കുക. എന്ത്? വയല്. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. അതിന് എന്ത് കവർ ചെയ്തിട്ടുണ്ട്? ചെളി വെള്ളം കവർ ചെയ്തിട്ടുണ്ട്. എ വോം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. അപ്പോൾ കണ്ടിട്ടുണ്ടോ, വയലിങ്ങനെ ചെളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് ഇങ്ങനെ അതിനകത്ത് ചെറിയ ചെറിയ വട്ടത്തിൽ ഇങ്ങനെ റിപ്പിൾസ് വരുന്ന കണ്ടിട്ടില്ലേ മക്കളെ? ഉണ്ട്.
ദ എയർ വാസ് അലൈവ് വിത്ത് ദ കോൾ ഓഫ് ബേർഡ്സ്. ആ വയലിൽ ചെന്നപ്പോഴേക്കും ബേർഡ്സിൻ്റെ ആ ശബ്ദം അതുകൂടെയൊക്കെ ആയപ്പോൾ ആ കാറ്റിന് എന്താണ് ജീവനുള്ളതുപോലെ. കാറ്റിൽ എന്തോ ഒഴുകി വരുന്നു, കിളികളുടെ ശബ്ദവും ഒഴുകി വരുന്നു. A row of men and women are planting the paddy seedlings. അപ്പോൾ അവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. റോ ഒരു നിര, ഒരു വരി, ഒരു വരിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ വരി വരി അല്ലെങ്കിൽ നിരയായിട്ട് നിന്ന് എന്ത് ചെയ്യുവാണ്? ആ ഒരു സീഡ്ലിങ്സ് എന്തിൻ്റെയാ? നമ്മുടെ നെല്ലിൻ്റെത് നടുന്നുണ്ട്. ദേ വെയർ ഹമ്മിങ് ആൻ ഓൾഡ് ഫോക്ക് സോങ്. കണ്ടിട്ടില്ലേ നെൽക്കതിർ ഇങ്ങനെ കൊണ്ടുവന്ന് നടുന്നത് കുത്തി കുത്തി കുത്തി. അവരെന്തും പാടുന്നുണ്ട്, ഒരു പഴയ പാട്ടും പാടുന്നു. ഗ്രാൻഡ്മ ലെറ്റ് us ജോയിൻ ദം. ഗ്രാൻഡ്മ നമുക്ക് അവരെ കൂടെ ജോയിൻ ചെയ്യാം, സെഡ് പാറു. പാറു പറഞ്ഞു. പാറു ഹെൽഡ് ഗ്രാൻഡ്മാസ് ഹാൻഡ് ലവിംഗ്ലി as they went down in the field. അപ്പോൾ അവരെങ്ങോട്ടേക്ക് പോവുകയാണ്? ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ പാറു വളരെ സ്നേഹത്തോടെ പിടിക്കുന്നുണ്ട് അല്ലേ? ഇനി ചോദ്യം, പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? ലോൺലിനെസ്, ഒറ്റപ്പെടൽ ഒരിക്കലും പാറുവിന് ഫെൽറ്റ് ചെയ്തിട്ടില്ല, തോന്നിയിട്ടില്ല. എന്തായിരിക്കാം അതിൻ്റെ കാരണം? എന്തായിരിക്കാം കാരണം? എപ്പോഴും കൂടെ ആരുണ്ട്? മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലേ. പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ് ബിക്കോസ് ഷീ വാസ് ലവ്ഡ് ബൈ ഹർ ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. അവളെ ആരൊക്കെ സ്നേഹിക്കുന്നു? ഫാദറും ഗ്രാൻഡ് മദറും സ്നേഹിക്കുന്നുണ്ട് അല്ലേ. ഷീ ഓൾസോ ഫെൽറ്റ് കണക്റ്റഡ് ടു നേച്ചർ ആൻഡ് ഹർ മദേഴ്സ് സ്പിരിറ്റ്. അവിടെ അമ്മയുടെ സ്പിരിറ്റുമായിട്ടും അമ്മയുടെ ഓർമ്മകൾ അതാണ് കേട്ടോ, സ്പിരിറ്റുമായിട്ടും അതുപോലെ തന്നെ നേച്ചറുമായിട്ട് അവൾ എന്താണ്? കണക്റ്റഡ് ആണ്, ബന്ധപ്പെട്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ട് തോന്നിയില്ല. പിക്ക് ഔട്ട് 2 sentences ഫ്രം ദ ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫീൽഡ്. ഫീൽഡിനെ പറ്റി പറയുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന, വിവരിക്കുന്ന ഏതെങ്കിലും 2 വരി ഈ പാഠഭാഗത്തിൽ നിന്ന് എടുത്ത് എഴുതുക. ഏതാണ്? They stood at the edge of the field and looked out the vast stretch of paddy field. അതൊരെണ്ണം. പിന്നെ it was covered with muddy water. പറഞ്ഞൂടെ? മതി. അടുത്തത് നോക്കൂ. They joined the farmers in planting the seedlings. ഉണ്ടാവും ആ ചെറിയ കതിരുകൾ നടാനായിട്ട് അവരാരെ കൂടെ നിന്നു? ഫാമേഴ്സിൻ്റെ കൂടെ നിന്നു. The farmers were happy to see them. ഫാമേഴ്സ് അവരെ കണ്ടപ്പോൾ സന്തോഷമായി. They began to do the work with added enthusiasm. ഭയങ്കരമായിട്ട് enthusiasm, ക്യൂരിയോസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതെങ്ങനെയാണ് എന്നുള്ളതല്ലേ, ഇതെന്തായി തീരും, ഭയങ്കര സന്തോഷമല്ലേ ഇതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടാൻ, ഇതൊക്കെ ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് നമ്മൾ enthusiasm എന്നിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? വർക്ക് ചെയ്യാൻ തുടങ്ങി. Now പാറു looked at her grandmother. ഇപ്പോൾ പാറു ആരെ നോക്കുവാണ്? ഗ്രാൻഡ് മദറിനെ നോക്കുവാണ്. She noticed that യച്ചുമ്മ was tired. എന്ത് മനസ്സിലായി? യച്ചുമ്മ ഭയങ്കര ടയേർഡാണ്, ക്ഷീണിതയാണ് എന്ന് മനസ്സിലായി. The girl asked her if she could fetch an umbrella. ഒരു അംബ്രല, ഒരു കുട പിടിച്ചാലോ അച്ചുമ്മയ്ക്ക് എന്ന് ആ കുട്ടി ചോദിക്കുന്നു. With a smile, the grandmother declined the offer. അത് വേണ്ട എന്ന് പറഞ്ഞ അമ്മ ചിരിക്കുകയാണ്. പാറു held her grandmother's frail hand tight as they walked through the field. മുത്തശ്ശിയുടെ കൈയല്ലേ, ചെറിയ വിറയിലുള്ള ചുളുങ്ങിയ കൈകളായിരിക്കില്ലേ, അപ്പോൾ അതൊക്കെ പിടിച്ച് ആണ് കുട്ടി എങ്ങോട്ട് നടക്കുന്നത്? ഫീൽഡിലൂടെ നടക്കുന്നത്. The sun was getting hot. സൺ എന്താണ്? ഹോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. യച്ചുമ്മ നോട്ടീസ്ഡ് ദാറ്റ് പാറു വാസ് സ്വെറ്റിംഗ്. യച്ചുമ്മയ്ക്ക് എന്ത് മനസ്സിലായി? പാറു സ്വെറ്റ് ചെയ്യുന്നു, വിയർക്കുന്നു എന്ന് മനസ്സിലായി. ഗോ ഹോം ഡിയർ, ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ് യു മേ ക്യാച്ച് എ കോൾഡ്. മോളെ നീ വീട്ടിൽ പോകൂ, നീ ഇനിയും ഇങ്ങനെ നിന്നാൽ നിനക്ക് പനി പിടിക്കും. യു നോ ഐ ആം യൂസ്ഡ് ടു ദിസ് ഹീറ്റ്, ദ ഗ്രാൻഡ് മദർ ടോൾഡ് പാറു. എന്താ പറയുന്നത് മോളെ? എനിക്കിതൊക്കെ യൂസ്ഡ് ആണ്. എന്താണ് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ? ശീലമാണ്. മോൾക്ക് പക്ഷേ ശീലമുണ്ടോ? ഇല്ല. മോൾക്ക് പനി പിടിക്കും, മോള് വീട്ടിലേക്ക് പോകൂ, എനിക്കിതൊക്കെ ശീലമാണല്ലോ എന്ന് ആ മുത്തശ്ശി മോളോട് പറയും. നോ ഐ വോണ്ട് ടു ബി വിത്ത് യു. പറ്റില്ല, എനിക്ക് അമ്മമ്മയുടെ കൂടെ നിൽക്കണം. പാറു റിപ്ലൈഡ്. പാറു മറുപടി പറഞ്ഞു. ഓ വാട്ട് എ നോട്ടി ഗേൾ. ഓ എന്ത് നോട്ടിയാണ് നീ. യു ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്. നീ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് ഗ്രാൻഡ്മ വിസ്പേർഡ് ലവിംഗ്ലി. ഗ്രാൻഡ്മ വിസ്പർ ചെയ്തു എന്ന് വെച്ചാൽ പെതൊക്കെ പറഞ്ഞു. ദേഷിച്ചാണോ? അല്ല, ലവിംഗ്ലി, സ്നേഹത്തോടെയാണ് പറഞ്ഞത്. ദേ കണ്ടിന്യൂ ടു വാക്ക്. അവർ നടക്കാൻ തുടങ്ങി, വീണ്ടും നടക്കുകയാണ് അവർ. ക്വസ്റ്റ്യൻ നോക്കൂ. വൈ വേ ദ ഫാമേഴ്സ് ഹാപ്പി? ഇനി ഫാമേഴ്സ് എന്തായിരിക്കാം ഹാപ്പി ആകാൻ കാരണം?
ദ ഫാമേഴ്സ് വെയർ ഹാപ്പി ബിക്കോസ് എന്തുകൊണ്ടാണ്? ദേ ജോയിൻഡ് ദം ഇൻ പ്ലാന്റിങ് ദ സീഡ്ലിങ്സ്. അല്ലെങ്കിൽ പാറു ആൻഡ് ഹർ ഗ്രാൻഡ് മദർ ജോയിൻഡ് ദം ഇൻ പ്ലാന്റിങ് ദ സീഡ്ലിങ്സ്. സീഡ്ലിങ്സ് കുഴിച്ച് വെക്കാൻ അല്ലെങ്കിൽ നടാനായിട്ട് പാറു ഗ്രാൻഡ് മദറും ഒക്കെ അവരെ കൂടെ ചെന്നില്ലേ? അപ്പോൾ അവർ ഹാപ്പിയായി അല്ലേ? ദിസ് മെയ്ഡ് വർക്ക് ഈസിയർ. അതുകൊണ്ട് രണ്ടുപേരോട് വന്നപ്പോൾ കുറച്ചും കൂടി ഈസിയായി. കുറേ സമയം ചെയ്തില്ലെങ്കിലും കുറച്ച് സന്തോഷമായി ജോയിൻ ചെയ്തപ്പോൾ അല്ലേ? ആൻഡ് മോർ എൻജോയബിൾ. ഭയങ്കര എൻജോയ് ചെയ്യാനും പറ്റി. അതുകൊണ്ട് സ്റ്റാൻഡിങ് ഇൻ ദ ഹോട്ട് സൺ എച്ചുമ്മ ടോക്ട് അബൌട്ട് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. അപ്പോൾ ആ ചൂടത്ത് വെയിലത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് എച്ചുമ്മ എന്തൊക്കെ പറയുന്നുണ്ട്? കൃഷിക്കാരെ പറ്റി, അവരുടെ കൃഷി ചെയ്യുന്നതിൻ്റെ രീതിയെ പറ്റിയൊക്കെ പറഞ്ഞു. ഡു യു നോ ഹൗ ഡിയർ ദീസ് ഫാമേഴ്സ് ആർ ടു അസ്? നിങ്ങൾക്കറിയാമോ മോളെ, നിനക്കറിയാമോ ഈ ഫാർമേഴ്സ് നമ്മൾക്ക് എത്ര ഡിയർ ആണെന്ന് അറിയാമോ? ദെയർ ഹാർട്ട്സ് ആർ ഫിൽഡ് വിത്ത് ലവ്. അവരുടെ ഹൃദയം എന്തുകൊണ്ട് നിറഞ്ഞതാണ്? ലവ്, സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. സെഡ് എച്ചുമ്മ. എച്ചുമ്മ പറഞ്ഞു, യു നോ fallen flowers, leaves and dead insects decay in the soil. നിനക്കറിയാമോ എന്തൊക്കെയാണ്? വീണ് കിടക്കുന്ന ഇലകൾ, അതുപോലെ തന്നെ പൂക്കൾ, വീഴുന്ന പൂക്കൾ, അതുപോലെ എന്താണ് ഡെഡ് ഇൻസെക്ട്സ്, ചത്തുപോയ നമ്മളെ പ്രാണികളൊക്കെ ഇല്ലേ, ഇതൊക്കെ മണ്ണിൽ എന്ത് ചെയ്യും? അഴുകും. ഇറ്റ് ഈസ് ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ നല്ല മാനുവറാണ്, വളമാണിതൊക്കെ. ഷീ ആഡഡ്. അവർ ആഡ് ചെയ്തു. ഷീ ബിക്കെയിം സൈലൻറ്റ് ഫോർ എ വൈൽ ആൻഡ് കണ്ടിന്യൂഡ്. കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് വീണ്ടും എന്ത് പറയുന്നു? ദ പാഡി ഫീൽഡ്സ് ആർ ഗ്രാജുവലി ഡിസപ്പിയറിങ് ദീസ് ഡേയ്സ്. ഇപ്പോഴത്തെ കാലത്ത് ഈ പാഡി ഫീൽഡൊക്കെ എന്ത് ചെയ്യുകയാണ്? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കാണാൻ ഡിസപ്പിയർ ആകുന്നു. എന്ന് വെച്ചാൽ എന്താണ്? മറഞ്ഞ് പോകുന്നു. ഷീ സെഡ് വിത്ത് എ സൈ. ഒരു സൈ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പറയില്ലേ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വിഷമിച്ച് പറയില്ലേ, അതാണ് സൈ. ഷീ ടുക്ക് എ ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹർ ചെസ്റ്റ്. ഒരു കെട്ട് പാഡിയുടെ എന്തെടുത്തു? പ്ലാന്റ്സ് എടുത്ത് നെഞ്ചത്തോട് ചേർത്തിട്ട് ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മെലോഡിയസ് ഫോക്ക് സോങ്. ഒരു മെലോഡിയസ് ആയിട്ടുള്ളൊരു എന്താണ് മനോഹരമായിട്ടുള്ള വളരെ ട്യൂണിൽ എന്ത് പാടുന്നു? ഫോക്ക് സോങ്. ഫോക്ക് സോങ് എന്നൊക്കെ എന്താ കേട്ടിട്ടില്ല? നമ്മളെ നാടോടി പാട്ടുകൾ. അങ്ങനെ ഒരെണ്ണം പാടുകയാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്? പ്ലാന്റ്സിൻ്റെ ഗുഡ് മാനുവർ, വളം എന്തായിരുന്നു? എന്തൊക്കെയാണ്? ഫോളൻ ഫ്ലവേഴ്സ്, ലീവ്സ് ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് ആർ ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ് അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദ സ്വീറ്റ് മെലഡി എക്കോർഡ് ഇൻ ദ ഫീൽഡ്. ഇനി ആ അമ്മമ്മ പാടിയില്ലേ, അത് എവിടം വരെ ആ ഫീൽഡിൽ മുഴുവൻ ഇങ്ങനെ കേൾക്കുന്നു. പാറു വാസ് വെരി മച്ച് ഇമ്മേഴ്സ്ഡ് ഇൻ ദ സോങ്. പാറു വളരെയധികം ആ പാട്ടിൽ ഇമ്മേഴ്സായി ലയിച്ചങ്ങിരിക്കുകയാണ്. സഡൻലി ഷീ തോട്ട് അബൌട്ട് ഹർ ഫാദർ. പെട്ടെന്ന് ആരെപ്പറ്റി ചിന്തിച്ചു? അച്ഛനെ പറ്റി. ഷീ ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹർ ഹോം വണ്ടറിങ് ഇഫ് ഹർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. അവൾ എങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി? വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ആലോചിക്കുമോ, അച്ഛനെങ്ങാനും ഇപ്പോൾ വരുമോ എന്ന് വണ്ടർ ചെയ്യുകയാണല്ലേ, അത്ഭുതപ്പെട്ട് ചിന്തിക്കുന്നു. ഷീ ന്യൂ വെരി വെൽ ദാറ്റ് ഹീ വുഡൻറ്റ് അലോ ഹിസ് ഓൾഡ് മദർ ടു സ്റ്റാൻഡ് ഫോർ സോ ലോങ് ഇൻ ദ സൺ. ഉറപ്പായും അവൾക്കറിയാം എന്ത്? അച്ഛൻ ഈ പ്രായമുള്ള അമ്മയെ ഇത്രയും നേരം വെയിലത്തൊന്നും നിൽക്കാൻ അച്ഛൻ സമ്മതിക്കില്ല എന്ന് ആ കുട്ടിക്ക് അറിയാം. എച്ചുമ്മ വാസ് 68. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 68 വയസ്സുണ്ട്. ബട്ട് ഹർ സ്പിരിറ്റ്സ് റിമൈനിങ് സ്ട്രോങ്. പക്ഷേ ഇപ്പോഴൊരു ഊർജ്ജം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. എച്ചുമ്മ വാസ് അഗെയിൻ ബിസി വിത്ത് ദ വർക്ക്. വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷിയിൽ വ്യാപിതയായി പോയി, ബിസിയായി. ആര്? എച്ചുമ്മ. സോൺ ഷീ ഫെൽറ്റ് എ ജെൻറ്റിൽ ടച്ച് ഓൺ ഹർ ഷോൾഡർ. അമ്മ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരോ വന്ന് പെയ്യെ ഇങ്ങനെ ഷോൾഡറിൽ പിടിക്കുന്നതായിട്ട് തോന്നി. ഇറ്റ് വാസ് പാറൂസ് ഫാദർ. അതാരായിരുന്നു? പാറുവിൻ്റെ അച്ഛൻ. ഹി ജെൻറ്റ്ലി ഹെൽഡ് ഹർ ഹാൻഡ് ആൻഡ് സെഡ്. പെതുക്കെ അമ്മയുടെ കൈ പിടിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? അമ്മ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് വെരി ഹോട്ട്. അമ്മ, ഇത് ഭയങ്കര ചൂടാണ്. ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദ ഹോട്ട് സൺ യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്. എന്താണ്? ഇപ്പോഴും അമ്മ ഈ ഹോട്ട് സണ്ണിൽ, ഈ ചൂടുള്ള സൂര്യൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നാൽ, സ്റ്റേ ചെയ്താൽ, നിന്നാൽ, യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്, ക്ഷീണിതയായി പോകും. മുഴുവനായും അമ്മ ക്ഷീണിക്കും. ലെറ്റ് us ഗോ ഹോം, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ബട്ട് എച്ചുമ്മ ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് എ ടെൻഡർ സ്മൈൽ ആൻഡ് റിപ്ലൈഡ്. അമ്മ ഒരു ചെറിയ ചിരിയോടുകൂടി എന്ത് പറഞ്ഞു? ദ ഫാം ഈസ് മൈ ഹോം ഡിയർ, ഐ ആം ക്വൈറ്റ് ഫൈൻ ഹിയർ. ഈ സ്ഥലമാണ് മകനെ എൻ്റെ വീട്. ഞാനിവിടെ വളരെ ഹാപ്പിയാണ്, ഞാൻ സുരക്ഷിതയാണ്, എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് അമ്മ പറയും. The grandmother said that the farm was her home.
Why did she say so? എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു കൃഷിസ്ഥലം എൻ്റെ വീടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? The grandmother said the farm was her home because she had spent much of her life there and felt comfortable working on it. അല്ലേ? എന്താ കാര്യം? അവരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ഭാഗവും അവരവിടെയാണ് ചിലവാക്കിയത്. അതുപോലെ തന്നെ അവർക്കങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നും അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അമ്മയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സുരക്ഷിതമായിട്ട് തോന്നില്ലേ, കംഫർട്ടായിട്ട് തോന്നില്ലേ? അതുപോലെയാണ് ഇവർക്കും. ഏറ്റവും കൂടുതൽ സമയം ഇവർ ചിലവഴിച്ചത് ഈ വയലിലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ വീട് പോലെ അവർ വളരെ കംഫർട്ടബിളാണ്, സുരക്ഷിതമാണെന്ന് അവർക്ക് തോന്നും. അടുത്ത നോക്കൂ. The day's experience moved Paru deeply. She had learned many things. അല്ലേ? പാറുവിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഈ ദിവസത്തെ എക്സ്പീരിയൻസിൽ. അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഷീ അണ്ടർസ്റ്റുഡ് ദ ന്യൂ വേയ്സ് ഓഫ് ഫാമിങ്. കൃഷിയുടെ പല രീതികളും അവൾ പഠിച്ചു. ഷീ ബിക്കേം അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സ്. കൃഷിക്കാരുടെ ഇമ്പോർട്ടൻസ് അവൾ പഠിച്ചു. ഷീ ഫെൽറ്റ് ദ വാംത്ത് ഓഫ് മദർ എർത്ത് ബിനീത്ത് ഹർ ഫീറ്റ്. ബിനീത്ത് അടിയിൽ, ഹർ ഫീറ്റ് കാൽപാദത്തിൻ്റെ അടിയിലുള്ള എന്തിൻ്റെ? അവളുടെ മദർലാൻഡിൻ്റെ അല്ലേ, മാതൃനാടിൻ്റെ വാംത്ത്, ചൂട് അവൾ അറിഞ്ഞു. ഫോർ എ മൊമെൻറ്റ് ഷീ തോട്ട് ഓഫ് ഹർ മദർ. ഒരു നിമിഷം അവൾ ആരെപ്പറ്റി ചിന്തിച്ചു? അവളുടെ അമ്മയെപ്പറ്റി ചിന്തിച്ചു. ഷീ ഫെൽറ്റ് ഹർ മദേഴ്സ് പ്രസൻസ് ബിസൈഡ് ഹർ. അവളുടെ അടുത്ത് അവളുടെ അമ്മയുടെ പ്രസൻസ്, സാമീപ്യം, അമ്മ അടുത്തുണ്ട് എന്നവൾക്ക് തോന്നി. ഷീ ലേ ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ എ മദേഴ്സ് ലാപ്പ്. അമ്മയുടെ ലാപ്പ്, അമ്മയുടെ മടിയിൽ ഒരു കുട്ടി എപ്പോഴും എങ്ങനെ കിടക്കുന്നു അതുപോലെ അവൾ എന്ത് ചെയ്തു? ആ ഗ്രൗണ്ടിൽ അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ അവൾ കിടന്നു. അതാ നോക്കൂ, പിക്ചറുണ്ടല്ലോ, കണ്ടോ? ക്വസ്റ്റ്യൻ, സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. എന്തെല്ലാം ടൈറ്റിൽ നമുക്കിടാം. മദേഴ്സ് ലാപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഇട്ടൂടെ മക്കളെ? ഇടാം. പിന്നെന്തിടാം? വിസ്പേഴ്സ് ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ വിസ്പേഴ്സ്, മർമ്മരങ്ങൾ, എന്ത് വേണമെങ്കിലും ഇടാം. മദേഴ്സ് ലവ്, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ഇഷ്ടമേതാ അതിട്ടോ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററും അതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി ആക്ടിവിറ്റീസാണുള്ളത്. ആക്ടിവിറ്റി വളരെ കുറച്ച് ആക്ടിവിറ്റിയാണ് ഉള്ളത്. മക്കളെ ആക്ടിവിറ്റി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. ആക്ടിവിറ്റിയുടെ തൊട്ട് പറവേ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. നിങ്ങളെല്ലാം മിടുക്കരായിട്ട് പഠിക്കൂ. ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയതിന് ശേഷം ആക്ടിവിറ്റി തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് മക്കളൊന്ന് നോക്കണേ. പറ്റുന്നില്ലെങ്കിൽ മാത്രമേ കേട്ടെഴുതാവൂ കേട്ടോ. അപ്പോൾ നല്ല മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.